ഇത് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം, എന്നാൽ മാത്രമേ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു 7 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര 1/2 കിലോ ശർക്കര വേണം. പിന്നെ നെയ്യ് വേണം. നെയ്യ് 1 കപ്പ് നെയ്യ് വേണം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ആയിരുന്നാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിലും 1 കപ്പ് ചേർക്കാം, അല്ലെങ്കിൽ പകുതി നെയ്യായിട്ട് ചേർക്കാം, പകുതി വെളിച്ചെണ്ണയായിട്ട് ചേർക്കാം. പിന്നെ തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണ്ട, ഒറ്റ പാലായിട്ട് എടുക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചത് വേണം, ജീരകം പൊടിച്ചത് വേണം. അത് രണ്ടും കുറേശ്ശെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഹലുവയിലേക്ക് നട്ട്സും വേണം. ആ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നട്ട്സ് ചേർക്കാം. ഞാനിവിടെ മിക്സഡ് ആയിട്ടുള്ള നട്ട്സാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നട്ട്സ് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് ആയിരുന്നാലും മതി. തേങ്ങക്കൊത്ത് വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഹലുവയാക്കാന്ന്. ഈ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഏത്തപ്പഴം പുഴുങ്ങി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വയ്ക്കുക. ഇതിലേക്ക് പഴം വയ്ക്കുക. പഴം ഞാനിവിടെ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെക്കുക. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ പഴം കട്ട് ചെയ്യാണ്ടും വെക്കാം. പഴം നിങ്ങൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു സമയത്തും വെള്ളത്തിലിട്ടിട്ട് പഴം പുഴുങ്ങിയെടുക്കരുത്. അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളം കയറും, പഴം കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ പഴം നന്നായിട്ട് വെന്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പഴം കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഹലുവയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ശർക്കര ചേർക്കുക. ഞാൻ അതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് ഇതേപോലത്തെ ഒരു വലിയ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഈ ശർക്കര നിങ്ങളൊന്ന് അരിച്ചെടുക്കണം. അത് അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള ശർക്കരയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ പുഴുങ്ങിയെടുത്തേക്കണ പഴം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതിനകത്തേക്ക് ഇടുമ്പോഴും സൂക്ഷിച്ചിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ശർക്കരപ്പാനി മേത്തേക്ക് തെറിക്കും. അപ്പോൾ ഈ ശർക്കരപ്പാനിയിൽ പഴം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ പഴം ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവും. അതേപോലെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ പഴം ഞാനിവിടെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശർക്കരപ്പാനിയൊക്കെ ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യ് ചേർക്കുമ്പോൾ നെയ്യ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ആ പാല് മുഴുവനായിട്ട് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങളത് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹലുവ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ഹലുവ നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിലേക്ക് നിങ്ങൾ ആ നെയ്യ് ഇടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഹലുവ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ചേർത്തേക്കണം നെയ്യേക്കും പുറത്തേക്ക് വരണം. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് കൂടിയും ചേർക്കാം. ഇതേപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ നന്നായിട്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് അടിയിൽ പിടിക്കും. അപ്പോൾ ഹൽവയിൽ നിന്ന് നെയ്യൊക്കെ പുറത്തേക്ക് കക്കി വന്നിട്ടുണ്ട്. ഇതേപോലെ നെയ്യ് ഇങ്ങനെ കക്കി പുറത്തേക്ക് വരണം. നെയ്യിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർത്തതും ആ തേങ്ങാപ്പാലും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ആ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിലെ വെളിച്ചെണ്ണയും ഇതേപോലെ ഈ നെയ്യുടെ കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ ഹൽവ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക്
ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇത് ഹലുവ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് തരും. ഇതിങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോഴായിരിക്കും ഹലുവ കറക്റ്റ് പാകമായിട്ടുണ്ടാവുക. ഇതിലേക്ക് നട്ട്സ് ചേർക്കുക. അപ്പം നെയ്യൊക്കെ സൈഡിൽ കൂടെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. ഈ ഹലുവ ഇതേപോലെ നമ്മൾ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ സ്പൂണിനേക്കാളും നല്ലത് ഇതേപോലത്തെ റബ്ബറിൻ്റെ ഒരു സ്പാച്ചിലാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഹൽവയുടെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ഹലുവ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് റാപ്പർ ഇട്ടിട്ട് ഇതേപോലെ ഹലുവ കമത്തിയെടുക്കുക. അത് ഹലുവ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഇടുക. ഇതേപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തുക. അപ്പോൾ ഇത് കടയിൽ ഹലുവ ഇരിക്കുന്ന പോലെ കിട്ടും. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത്തപ്പഴം കൊണ്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട്. ഈ ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ ഇത് ഹലുവയായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഒരു 3/4 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ആ ഹലുവ നല്ല തിക്കായിട്ട് നെയ്യേക്കും പുറത്തേക്ക് വരാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾ എടുക്കണ പഴം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ചില പഴങ്ങൾ നന്നായിട്ട് പഴുത്താലും ഉള്ളിൽ ഇങ്ങനെ കല്ലച്ച പോലെ ഇരിക്കും. അങ്ങനത്തെ പഴം വെച്ചിട്ട് ഇതേപോലെ ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പഴം ശരിക്കും ഉടഞ്ഞു വരില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം പഴം പുഴുങ്ങി കഴിഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടും ചേർക്കാം. അത് ശരിക്കും നന്നായിട്ട് പഴുക്കാത്ത പഴമൊക്കെയാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് ശർക്കര പാനിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഉടഞ്ഞു കിട്ടില്ല. പിന്നെ ഈ ഹലുവ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ നെയ്യൊക്കെ ഇരുന്നിട്ട് കട്ടയായിട്ട് ഹലുവ കുറച്ച് ഹാർഡായിട്ടിരിക്കും. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഹലുവ ഇരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നെയ്യൊക്കെ ഇരുന്നിട്ട് ഹലുവ ഭയങ്കര ഹാർഡാവും. അതേപോലെ തന്നെ ഈ ഹലുവയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് വരും. പിന്നെ ഇത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെയും കേടാവാതിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം.